ഹലോ ഡോക്ടർ ലിസി കെ വൈദ്യന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ ഡോക്ടറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഡോക്ടർ ലിസി കെ വൈദ്യൻ പറഞ്ഞ ഒരു ഫേസ് പാക്കാണിത്. ചെറുപ്പം നിലനിർത്താനും മുഖം നല്ല നിറവും തിളക്കവും വരാൻ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന ഒരു സാധനം മാത്രം മതി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാവരുടെ വീട്ടിലും നമ്മൾ പഴം വാങ്ങിയാൽ ഒരുപാട് തൊലി കറുത്ത് പോയിട്ട് നമുക്ക് പിന്നെ അധികം ചില കാര്യങ്ങൾക്കൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലരത് കളയും. അപ്പോൾ അങ്ങനെയുള്ള ഒരിക്കലും കളയണ്ട. ഇങ്ങനെ തൊലി കറുത്ത് പോയ പഴം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ പഴമായാലും മതി, ഇനി വേസ്റ്റ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തൊലി കറുത്ത് പോയ പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് അതിൻ്റെ ഒരു ചെറിയ പീസ്, നിങ്ങളൊരു മിക്സിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പീസ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നില്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലോണം മാഷ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കുംബറാണ്. കുക്കുംബർ ഇത് സാലഡ് കുക്കുംബറാണ്, വെള്ളരിക്കയല്ല കേട്ടോ, കക്കിരിക്ക. സാലഡ് കുക്കുംബറാണിത്. ഇത് നല്ലോണം തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അതും മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് നിങ്ങളൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുക്കുംബർ ജ്യൂസ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും കേട്ടോ. നല്ലൊരു സാധനമാണ് ഈ കുക്കുംബർ ജ്യൂസ്. അതുപോലെ കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീട്രൂട്ട് ഇട്ടിട്ട് അടിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ ABC ജ്യൂസ് കുടിക്കുന്നത് പോലെ തന്നെ സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും എല്ലാം സഹായിക്കുന്ന, അതായത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു ജ്യൂസും കൂടിയാണത്. അപ്പോൾ കക്കിരിക്ക നമ്മുടെ സ്കിൻ കെയറിന് ഒരു ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ ബനാന പേസ്റ്റ്, അത് 1-2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുക്കുംബറിൻ്റെ ജ്യൂസാണ്. ഈ കുക്കുംബറിൻ്റെ ജ്യൂസും ഈ ബനാനയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ, ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. ചിലർ ചോദിക്കാറുണ്ട് ഈ ചെറുനാരങ്ങ നമ്മുടെ ഫേസിന് കേടല്ലേ എന്ന്. ചെറുനാരങ്ങ നമ്മുടെ ഫേസിന് എപ്പോൾ കേടാവുന്നതെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് ഇടുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു പൊള്ളി എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫേസ് പാക്കിലൊന്നും ആഡ് ചെയ്താലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ ഇങ്ങനെ പൊടികൾ, അതായത് കടലമാവ്, അല്ലെങ്കിൽ അരിപ്പൊടി, അങ്ങനെയുള്ള പൊടികളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കുറച്ചൊന്ന് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു പശവശപ്പ് ഉണ്ടാവും, പഴത്തിൻ്റെ ആ ഒരു പശവശപ്പ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഫേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ആദ്യം ഒരു കോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുമല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും ഒരു കോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്തിട്ട് വേണം നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം തന്നെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. നല്ലോണം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങൾ എന്തായാലും ഇത് ഫേസിലേക്ക് വെക്കണം. 25 മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഒരു കോട്ട് ഇട്ടതിന് ശേഷം നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത കോട്ട് ഇടുക. അങ്ങനെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം നമ്മളിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാന്നാണെങ്കിൽ ഒരു അടിപൊളി ഗ്ലോ തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്നവർ, ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ സൺ ടാന് മാറാനും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. നിങ്ങളൊന്ന് അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.